വാർത്തകൾ വിശദമായി പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മംഗളൂരു സോമേശ്വര ബീച്ചിൽ മലയാളി വിദ്യാർത്ഥിക്ക് നേരെ സദാചാര ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആക്രമണത്തിൽ 3 മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അനുഷ ഭരതൻ ചേരുന്നുണ്ട്. അനുഷ, മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയാണ് സദാചാര ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് മംഗലാപുരത്തെ സോമേശ്വര ബീച്ചിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾ അടങ്ങുന്ന 6 അംഗ സംഘം എത്തിയത്. ഇതിൽ 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമാണുള്ളത്. ഇതേ തുടർന്ന് ഇവരെ പിന്തുടർന്നെത്തിയ ഒരു സംഘം ഈ ആൺകുട്ടികളോട് പേര് വിവരങ്ങൾ ചോദിക്കുകയും പെൺകുട്ടികളുടെയും വിവരങ്ങൾ ചോദിച്ചതിന് ശേഷം പെൺകുട്ടികൾ ഹിന്ദു മതവിശ്വാസികളും ആൺകുട്ടികൾ മുസ്ലിം മതവിശ്വാസികളുമാണ് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ഈ ആൺകുട്ടികളെ ആക്രമിക്കുകയുമായിരുന്നു. സദാചാര ആക്രമണമാണ് ഇതിന് പിന്നിൽ എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇതേ തുടർന്ന് പോലീസ് എത്തിയാണ് ഈ 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ആൺകുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. തുടർന്ന് ഇവരെ ദർലക്കെട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ഇന്നലെ 7:20 രാത്രിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. തുടർന്ന് പോലീസ് എത്തി ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ മംഗലാപുരത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. എന്നാൽ ഇവരുടെ കോളേജ് ഏതാണ് എന്നതിലുള്ള വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഈ ഒരു സംഘം ഇപ്പോൾ നിലവിൽ ഒളിവിലാണ്. ഈ ഒരു അന്വേഷണത്തിനായി 2 പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ കുൽദീപ് കുമാർ ജെയിൻ അറിയിച്ചിട്ടുണ്ട്. ഇവർ ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതികൾ ഒളിവിലാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. അനുഷ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ അറിയുന്നവരാണോ ആക്രമണം നടത്തിയത്? ആശുപത്രിയിൽ പ്രവേശിച്ച വിദ്യാർത്ഥികളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? 3 പേരും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. എന്നാൽ ഇത് വിദ്യാർത്ഥികളെ അറിയുന്നവരാവാൻ സാധ്യതയില്ല. കാരണം വിദ്യാർത്ഥികൾ മംഗലാപുരത്ത് നിന്നും ഈ സോമേശ്വര ബീച്ചിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഒരു 6 അംഗ സംഘമാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിൽ 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ മംഗലാപുരം മേഖലയിൽ വളരെ കാര്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്ന പേരിൽ വലിയ രീതിയിൽ ആക്രമണങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാകാറുമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇവർ പിന്തുടർന്നെത്തിയ ഒരു സംഘമായിരുന്നു. ഈ സംഘത്തിൽ എത്ര പേരുണ്ട് എന്നതിൽ പോലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇതിനി ഈ കുട്ടികളുടെ മൊഴി പുറത്തു വന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ഈ കുട്ടികളോട് പേര് വിവരം ചോദിച്ചതിൽ തന്നെ ആക്രമണം തുടങ്ങുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഇവർ മറ്റ് ഇതര മതവിശ്വാസികളാണ്, അല്ലെങ്കിൽ 2 മതത്തിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. കൂട്ടുകാരാണ് ഇവർ ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ പെൺകുട്ടികളും മലയാളി വിദ്യാർത്ഥികളാണ് എന്നാണ് അറിയുന്നത്. നിലവിൽ ഉള്ളാൾ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ ഇന്ന് കുട്ടികളുടെ മൊഴി പകർപ്പ് പുറത്തു വരുമെന്നാണ് അറിയുന്നത്. ശരി അനുഷ, മംഗളൂരു സോമേശ്വര ബീച്ചിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആക്രമണത്തിൽ 3 മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും അനുഷ ഭരതൻ.